കപ്പങ്ങ വെച്ചിട്ടുള്ള ഒരു കൂട്ട് കണ്ടാലോ? നമ്മൾ പൊരിച്ച കൂട്ടെന്നൊക്കെ പറയും. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു കപ്പമരം മറിഞ്ഞു കയറി. അപ്പോൾ ഇന്ന് കപ്പങ്ങ കൂടുതലുള്ളപ്പം ഈ കൂട്ട് വയ്ക്കാൻ നല്ലതാണ്. ചെറു മധുരം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പുളിയില്ലാത്തൊരു കറിയാണ്. മോരുകറിയുടെ കൂടെ കൂട്ടാൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കപ്പങ്ങ കൂട്ട്, ഇത് നമുക്ക് ഹോട്ടലിലൊക്കെ രണ്ടാം കറിക്ക് ചെയ്യാവുന്ന കേട്ടോ. വളരെ ചിലവ് കുറച്ചിട്ട് കപ്പങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എങ്ങനെയുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ കനകാപ്പള്ളി. വെൽക്കം ടു ട്രഡീഷണൽ ടിപ്സ്. അപ്പം നല്ല വിളഞ്ഞിട്ടുള്ള കപ്പങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നുറുക്കിയെടുക്കുക. ഇനി നമുക്ക് ഒരു അര കപ്പ് ചെറുപയർ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ വറുത്തിട്ടെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. പച്ചയ്ക്ക് നമ്മൾ എടുക്കുന്നതിലും നല്ലത് അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പാകമുണ്ട്. നമ്മളത് പതുക്കെ വറുത്ത് കഴിയുമ്പോൾ നല്ല ചെറുപയർ പരിപ്പ് വറുത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ല് വരും. മാത്രമല്ല അത് പറഞ്ഞെടുത്ത് നമ്മൾ കടിച്ച് നോക്കണം. കടിച്ച് നോക്കുമ്പോൾ നല്ല വെന്ത പയറിൻ്റെ ഒരു പാകം വരും. അപ്പോൾ നമുക്കത് എടുക്കാം. ഒരുപാടിട്ട് മൂപ്പിച്ച് എടുക്കരുത്. ഒന്ന് നമ്മൾ കടിച്ച് നോക്കുമ്പം വെന്ത പയറിൽ നമ്മളെങ്ങനെ കടിക്കുന്നത് അതുപോലെ ഒരു പാകം വരും. അത് നമ്മൾ ഇനി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുക്കറിനകത്ത് പയർ വിസിലടിച്ചിട്ടുണ്ട്. ഞാൻ ഇറക്കി വെച്ചു. പയർ നന്നായിട്ട് കുഴയരുത്. ഇത് കുഴയാത്തൊരു കറിയാണ് ഈ കൂട്ടെന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ ഇനി ഒരു കൽച്ചട്ടി വെച്ച് അതിലേക്ക് കപ്പങ്ങ കഷ്ണങ്ങളും അതുപോലെ തന്നെ പയർ കിടക്കുന്നുണ്ട്. ഒരുപാട് കുഴഞ്ഞിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, എരിവിന് കുറച്ച് മുളക് പൊടിയും, പിന്നെ നമുക്ക് ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് ലേശം വെള്ളമൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആ പയർ വേവുന്ന സമയം കൊണ്ട് തന്നെ കപ്പങ്ങ വേവുന്ന സമയം കൊണ്ട് തന്നെ പയറൊന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി. ഈ കറിക്കൊരു പ്രത്യേകതയാണ് കേട്ടോ. വെളുത്തുള്ളി ചേർക്കാം, ജീരകം ചേർക്കാം. തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് മഷി പോലെ അറിയണ്ട. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പാകത്തിന് അരച്ചെടുക്കുക. ഇനി ഇതിൽ നമ്മളിത് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഉണ്ടോ? ഈ ഒരു പാകത്തിന് വേണം ഇത് ഇരിക്കാനായിട്ട്. അതായത് നമുക്ക് പയറും കടിക്കാൻ കിട്ടണം, കപ്പങ്ങയുടെ കഷ്ണങ്ങളും ഉടഞ്ഞു പോകാതെ ഇരിക്കണം. അതാണ് ഈ കൂട്ടെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത അതാണ്. അപ്പോൾ ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ചെറുപയർ ദിവസം കഴിക്കേണ്ട ഒന്നാണ് പയർ. അതുപോലെ തന്നെ കപ്പങ്ങയും വളരെ നല്ലതാണ് വയറിന്. അപ്പോൾ നമ്മളിത് ഇളക്കി തോർത്തി യോജിപ്പിച്ചിട്ടുണ്ട്. കപ്പങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കുഴയരുത് കപ്പങ്ങ. അതാണ് ഞാൻ പറഞ്ഞു. വിളഞ്ഞ കപ്പങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതാ ചേർക്കുകയാണ്. അതുകൊണ്ട് പണി എളുപ്പം കഴിഞ്ഞു. ഇതൊക്കെ നാടൻ കറികൾക്കൊക്കെ ഇത്രയേ ഉള്ളൂ പണി. തേങ്ങ വേണം, വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു ദിവസം നമുക്ക് പരീക്ഷിക്കാമെന്നാണ്. ഈ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുന്ന സമയത്ത് വീട്ടിൽ കപ്പങ്ങ അല്ലെങ്കിൽ പപ്പായ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുപയർ ഇരിപ്പുണ്ടാവുമല്ലോ എനിക്കുള്ളൂ വീട്ടിൽ. അപ്പോൾ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ലേശം ചാറോട് കൂടിയിട്ട്, അതായത് അത് കുറുക്കി സെറ്റാവും. നമ്മളത് നന്നായിട്ട് തിളച്ച ശേഷം ഇറക്കി വയ്ക്കുക. ഇനി നമ്മൾ താളിപ്പാണ്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക, വറ്റൽ മുളകിടുക. ചിലപ്പം ഒരു സ്പൂൺ തേങ്ങയൊക്കെ വറുത്ത് ചേർത്താൽ നല്ലതാണ്. ഇന്നിപ്പോൾ ഞാനത് ചേർക്കുന്നില്ല. ഇനി അതിനകത്തേക്ക് 2 ഉഴുന്ന് പരിപ്പ് ഇടുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കറിക്ക് കിട്ടും. അപ്പോൾ ഉഴുന്നും പരിപ്പും കൂടി ഇട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഊരിയിടുക, നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. പണി കഴിഞ്ഞ്. അപ്പോൾ കപ്പങ്ങ കൂട്ട് റെഡി ആയിട്ടുണ്ട്. കൂട്ടുകറി ഇത് നമുക്ക് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, പുളിയുള്ള മോരുകറി ഉള്ള ദിവസം ഇത് വയ്ക്കുകയാണെങ്കിൽ അതിനൊരു കോംബോ ആയിട്ട് പൊക്കോളും. ഇനിയിപ്പോൾ അല്ല സാമ്പാറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല.